ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ലിസുമോളെ ബർത്ത്ഡേ വ്ളോഗാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കേക്കൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കുഞ്ഞു കേക്ക് കൂടെ ഒന്ന് ഉണ്ടാക്കി വെച്ചെടുത്തിട്ടുണ്ട്. തുടക്കം മുതലൊന്നും കാണിക്കുന്നില്ല, ഫിനിഷിംഗ് വർക്ക് മാത്രമാണ് കാണിക്കുന്നത്. സൈഡിൽ ഇതേപോലെ റൗണ്ടിൽ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് അതോടെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അവൾ എന്നോട് ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ടെഡി ബിയർ വെച്ചിട്ടുള്ള കേക്ക് തന്നെ വേണമെന്ന്. കാരണം ഞാനിപ്പോൾ അടുത്തൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കൂടുതൽ ഫോണ്ടൻറ്റ് വർക്കും ടെഡി ബിയറൊക്കെ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് ആൾ എൻ്റെ ബർത്ത്ഡേക്കും ടെഡി ബിയറൊക്കെ വെച്ചിട്ടുള്ള കേക്ക് വേണമെന്ന്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഡെലിവറി വ്ളോഗ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെഡി ബിയർ വെച്ചിട്ടുള്ള ഒരു കേക്ക് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കാണാൻ ഇങ്ങനെയുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കൂട്ടത്തിൽ ഞാൻ കപ്പ് കേക്ക്സും അതേപോലെ തന്നെ സിക്കിൾസുമാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യവും പോപ്സും അതേപോലെ തന്നെ ഡോണറ്റ്സും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കേക്കിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിക്കിൾസിൽ ഞാൻ ഇതേപോലെ നെയിമാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ദുവ എസിലിൻ എന്നാണ് അവളെ നെയിം. അപ്പോൾ എസിലിൻ എന്നാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓവറായിട്ട് ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ വർക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ്. രണ്ടു പേർക്കും ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ അവൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. അവൾക്ക് ആ ടെഡി കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അതൊക്കെ ചൂണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഇതേ അവർ രണ്ടുപേരും കൂടി കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പാർട്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകും. അതെൻ്റെ സ്ഥിരം പതിവാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബർത്ത്ഡേക്ക് ആരും കൂടിയിട്ടുണ്ടായിരുന്നില്ല, സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു കേക്കൊക്കെ കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കേക്കിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് കേക്കിൻ്റെ ഫ്ലേവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹണി ആൽമണ്ടാണ്. അപ്പോൾ അവളിത് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇത് അതിൻ്റെ അനിയത്തി അവളും കൂടി കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവൾക്ക് അവർ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൾ ഒന്നുകൂടെ ഹാപ്പി ആയിട്ടുണ്ട്. കാരണം അതിൽ ചോക്ലേറ്റ്സും നട്ട്സും ഒരു ടോയും ഒക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവൾക്ക് കൂടുതലായിട്ട് ചോക്ലേറ്റ്സ് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല, വല്ലപ്പോഴൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ കണ്ടപ്പോൾ അവൾക്ക് ഇനി ഇതിലും വലിയ സന്തോഷം വേറെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് അവളെ ഫേസിൽ തന്നെ കാണുന്നുണ്ടാവും. അപ്പോൾ അവൾക്ക് ആ ചോക്ലേറ്റ്സ് കഴിക്കാൻ ഭയങ്കര ധൃതിയായിട്ടുണ്ട്. അപ്പോൾ അതോട്ട് അവൾ പറയുന്നത് എന്താണെന്നും കൂടെ ഒന്ന് കേട്ടോക്കണേ.
അപ്പോൾ ഗിഫ്റ്റൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനത്തെ അവളെ എല്ലാവർക്കും അത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ ചോക്ലേറ്റ്സൊക്കെ പൊട്ടിച്ച് കഴിക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി ബർത്ത്ഡേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.